ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ അധികം ഐറ്റംസ് ഒന്നും യൂസ് ആക്കാണ്ട് ഈസി ആയിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ഇഞ്ചിപ്പുളിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരിക്കലെങ്കിലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഇതുപോലെ ഒരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് നന്നായിട്ട് വറുത്തെടുത്ത് കോരി മാറ്റി വെക്കുക കേട്ടോ. ഇനി നമുക്ക് അതേ എണ്ണയിൽ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഈ ഒരു പരിവാവുന്നത് വരെ നന്നായിട്ട് നമുക്ക് ഈ പച്ചമുളക് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് ഐറ്റംസൊക്കെ പൊടിക്കാനും വേണ്ടിയിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് കരിഞ്ഞ് പോകാണ്ട് കൈയെടുക്കാതെ നന്നായിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ഇതുപോലെ ആവുമ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇതേപോലെ കൈ എടുക്കാതെ ഇളക്കി ഞാൻ ഇതുപോലെ ചൂടാക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ട് അതിൻ്റെ നീര് ഇങ്ങനെ പിഴിഞ്ഞ പോലെ കിട്ടും കേട്ടോ. നമ്മൾ കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കുന്നതിനേക്കാൾ നല്ലത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നതാണ്. എന്നിട്ട് നമുക്ക് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല കറുത്ത ശർക്കരയും കറുത്ത പുളിയും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിപ്പുളിക്ക് അതേ കളറും ടേസ്റ്റും കിട്ടും കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇഞ്ചിയും കൂടിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പൊതുവേ കുറച്ച് മധുരം കൂടിയിട്ടുള്ള ഒരു ഇഞ്ചിപ്പുളിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതിലേക്ക് ശർക്കര ഇടുമ്പോൾ നല്ല മധുരത്തിലുള്ള നല്ല കറുത്ത കളറുള്ള ശർക്കര യൂസ് ആക്കാൻ നോക്കുക കേട്ടോ. ഇനി ഇതുപോലെ നമ്മുടെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിക്കാം കേട്ടോ. അതിനായിട്ട് നമ്മൾ നേരത്തെ വറുത്തെടുത്തില്ലേ, ആ എണ്ണയിൽ തന്നെ കുറച്ച് കടുകും കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് ആ എണ്ണയോടെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്തെടുത്തിട്ടുള്ള കടുകും ഉലുവയും കൂടി പൊടിച്ചിട്ടുള്ള പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് ഇഞ്ചിപ്പുളി ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിലരിതിന് പുളിക്കറി, ഇഞ്ചിക്കറി, പുളിയിഞ്ചി എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങളോട് എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും വീട്ടിലെത്തുന്ന ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ലേ. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഇഞ്ചിപ്പുളിയേക്കാട്ടും ടേസ്റ്റും ഉണ്ടാവും. എന്നാൽ അധികം ഐറ്റംസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതേപോലത്തെയുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെയുള്ള അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.